ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടും. ഉഭയകക്ഷി ചർച്ചയിൽ അധിക സീറ്റ് ആവശ്യം ഉന്നയിക്കാനാണ് അവരുടെ തീരുമാനം. എന്നാൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കില്ല. കിട്ടിയാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് ലീഗിൻ്റെ പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് ശേഷം നടക്കാനിരിക്കുകയാണ്. ഈ യോഗത്തിലായിരിക്കും മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി UDF നേതൃത്വത്തോട് ആവശ്യപ്പെടുക. അങ്ങനെയെങ്കിൽ അത് കണ്ണൂർ ലോക്സഭാ സീറ്റായിരിക്കും ആവശ്യപ്പെടുക. കാരണം ഈ കണ്ണൂരിൽ മുസ്ലിം ലീഗിന് കാര്യമായ അടിത്തറയുണ്ട്. മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അധിക സീറ്റ് ആവശ്യപ്പെടുന്നതിന് വേണ്ടി പാർട്ടിക്കകത്തും വലിയ സമ്മർദ്ദമാണ് നേതൃത്വം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ വലിയ സമ്മർദ്ദം മുസ്ലിം ലീഗിൻ നേതൃത്വത്തിന് മേൽ വെക്കുന്നുണ്ട്. കാരണം പല തവണയായി അധിക സീറ്റ് ചർച്ചയും ഒപ്പം തന്നെ ആവശ്യവും വരുമെങ്കിലും മുസ്ലിം ലീഗ് പലപ്പോഴായി വിട്ടുവീഴ്ച ചെയ്ത് ഒരു വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്താറാണ് പതിവ്. എന്നാൽ ഇത്തവണ അത്തരം ഒരു നിലപാടിലേക്ക് പോകേണ്ടതില്ല. അവർ അധിക സീറ്റ് ആവശ്യം വേണമെന്നുള്ളതാണ് ഈ പോഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ നേതൃത്വം പറയുന്നത് ഒരു അധിക സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനോ UDF-നോ മുസ്ലിം ലീഗിനോ തർക്കമില്ല. എന്നാൽ ഇത്തരം ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി നേരിട്ട തെരഞ്ഞെടുപ്പ് നേരിടുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ അധിക സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ട് നിലവിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിലാക്കിയൊരു സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടില്ല. പകരം വിട്ടുവീഴ്ച ചെയ്യാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ചില ഉപാധികൾ മുന്നോട്ട് വെക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ വിജയം ഉറപ്പുള്ള ചില മണ്ഡലങ്ങളായിരിക്കും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുക. ഒരു സീറ്റ് ലോക്സഭയിൽ ആവശ്യപ്പെടുന്നില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള നല്ല സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ലഭിക്കണമെന്നുള്ള ഉപാധിയോട് കൂടെയായിരിക്കും ഈ ഒരു വിട്ടുവീഴ്ച മുസ്ലിം ലീഗ് തയ്യാറാവുന്നത്. കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഒരു വിജയ സാധ്യത ഇല്ലാത്ത സീറ്റായിരുന്നു മുസ്ലിം ലീഗ് ലഭിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെക്കുന്ന ഉപാധി ഒരു ഗുണകരമാകണം എന്നുള്ള നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്. സോണി വർഗീസ്, എസ്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സോണി. ആലംബഹീനരായവർ താങ്കളുടെ അടുത്ത് അവരുടെ ഓരോ ആവശ്യം പറയുമ്പോൾ അത് തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് തുറന്നു പറയാൻ പ്രയാസം ഉണ്ടാകാറുണ്ടോ? നമ്മളതിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. മിക്കവാറും ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഈ നെറ്റ്വർക്ക്, ഫ്ലവേഴ്സിൻ്റെ ഈ നെറ്റ്വർക്കിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ സഹായം കൂടി തേടി അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കും. പരാജയപ്പെടാൻ ഞാൻ അത്ര തയ്യാറല്ലാത്ത ഒരാളാണ്. അപ്പോൾ അവസാനം വരെ പോരാടും. ഒരു രക്ഷയില്ലെങ്കിൽ അവരോട് തുറന്നു പറയും എനിക്കത് കഴിയുന്നില്ല എന്ന്.